ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ശുചിമുറിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വയം വെടിയുതിർത്ത് മരിച്ചിട്ടുള്ള ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വിനീത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഏത് ഗ്രൂപ്പിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SOG എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്. ഇത് എന്തിനെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കണ്ടുപിടിക്കുന്നതിനും പ്രവർത്തനങ്ങൾക്കെതിരെയുള്ളത്, അതല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന SOG എന്ന് പറയുന്നത്. അതിലെ കമാൻഡോ ആയിരുന്നു വിനീത് എന്ന് പറയുന്ന അദ്ദേഹം ഇനി എന്തിനു മരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു, അപ്പുറത്തേക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പീഡനം, മാനസികമായിട്ടുള്ള പീഡനം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇനി ലീവ് കൊടുക്കാതിരുന്ന അവസ്ഥ, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ഈ ലീവ് ആപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അതിനൊരു മറുപടി അല്ലെങ്കിൽ അത് ശരിയായില്ല, അതിനുള്ള ഓർഡറും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിന് കൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SOG ഗ്രൂപ്പിന്റെ ഒരു റിഫ്രഷ് കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സ് നവംബറിലാണ് ഇദ്ദേഹം ജോയിൻ ചെയ്തത്. അപ്പം അത് പാസ്സാവുന്ന ഒരു സംഭവമുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവർക്ക് ഈ പറയുന്ന പാസ്സാവുന്ന ഓട്ടം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവർക്കൊരു ടൈം കൊടുക്കും പ്രത്യേകമായിട്ടുള്ള. ആ ടൈമിനുള്ളിൽ ഇത്ര കിലോമീറ്ററൊക്കെ ഓടി തീരുക. അത് വെറുതെ ഒന്നുമല്ല, ഇത്രയും വെയിറ്റുള്ള തോക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇവരിൽ മാത്രമല്ല, പട്ടാളക്കാരും ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ്. ഓരോ ലീവ് വരുന്നതിന് മുന്നായിട്ട് ഇങ്ങനൊരു ഇന്റർവ്യൂ സെക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് അവർക്ക്. അപ്പം ഇത് ഞാനും കാണുന്നതാണ്. കാരണം എൻ്റെ ഹസ്ബൻഡും ഈ പറയുന്ന ആർമിയിലായതുകൊണ്ട് രാവിലെ ഓടാൻ വേണ്ടി എണീറ്റ് പോകുന്നതൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാണ്. അപ്പം ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ഇത്ര സമയത്തിനുള്ളിൽ അവർ അത്രയും വെയിറ്റും തൂക്കിക്കൊണ്ട് ഓടി വരിക എന്ന് പറയുന്നത് അത്രയും ഭയാനകമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ഞാൻ തന്നെ കേട്ടിട്ടുള്ള അവസ്ഥയാണ്, ഇവർ ഓടുന്നതിൻ്റെ തൊട്ട് പിന്നാലെയായിട്ട് ഒരു ആംബുലൻസും കൂടെ കാണും. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് ഓടുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള, ശ്വാസം കിട്ടില്ല, അങ്ങനെ നെഞ്ചുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറയുന്ന ഹസ്ബൻഡ് തന്നെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരാൾ ഇതുപോലെ കുഴഞ്ഞു വീഴുകയും പിന്നെ ആംബുലൻസിൽ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്, പ്രഷർ എന്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇദ്ദേഹം അതിൽ സെക്കൻഡുകൾ വൈകിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെ അതിൽ നിന്ന് ഔട്ടാക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം അത് പാസ്സായില്ല. അപ്പം എന്ത് ചെയ്തു, വീണ്ടും ഈ ഒരു കോഴ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും ഇട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ലീവ് കിട്ടില്ല. അദ്ദേഹത്തിന് ഡിസംബർ ഫുള്ള് ലീവ് ചോദിച്ച സമയത്ത് ഡിസംബർ ഫുള്ള് വീണ്ടും നീ നിൽക്കണം, അത് കഴിഞ്ഞാൽ മാത്രമേ ലീവ് തരുള്ളൂ എന്ന് പറഞ്ഞു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഈ പറയുന്ന കണക്ക് ശുചിമുറി അടക്കം കഴിപ്പിക്കുക, അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിരന്തരമായിട്ട് കൊടുക്കുക എന്നൊരു സംഭവം. നമ്മൾ ഒന്നിടവിട്ട് കൊടുത്താൽ പോലും പിന്നെ നമുക്കതിനെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റും. ഇത് നിരന്തരമായിട്ട് അദ്ദേഹത്തിനെ കൊടുക്കുക, ഇങ്ങനൊരു കാര്യം. ഇതെല്ലാം കൂടെ വെച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചിട്ടുള്ള ഈ പറയുന്ന മെസ്സേജുകൾ അടക്കം വന്നിട്ടുണ്ട്. എൻ്റെ ജീവൻ ഞാൻ ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുവാണ്, ഇനി ആർക്കും ഇത്തരത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഇവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ, ഇപ്പം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം പീഡനമായിരിക്കും അവിടെ അനുഭവപ്പെട്ട, മാനസിക പീഡനമായിരിക്കും എന്നുള്ളൊരു കാര്യം. അപ്പം അവരും മനുഷ്യരാണ്, അവരും ഈ പറയുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കും ഒരു കുടുംബമുണ്ട്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തേ പറ്റൂ. അവർക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാൾ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനൊന്നും നമുക്ക് ആർക്കും പറ്റുന്നൊരു കാര്യമില്ല. അപ്പം അതിനും പരിഗണന കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയുടെ ബാധ്യത തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവർക്ക് ലീവ് അടക്കം നിഷേധിച്ചുകൊണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രവണത തന്നെയാണ്. ഇനി ഈ മറ്റു ചില കാര്യങ്ങൾ, വാർത്തകൾ മുന്നോട്ട് വരുന്നതെന്ന് പറയുന്നത് ഇതിൽ ആൾബലം കുറവാണ്. അങ്ങനെ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പരീക്ഷകൾ നടത്തിയോ ഏതെങ്കിലും വിധത്തിൽ അതിനകത്ത് ആൾബലം കൂട്ടുക എന്നൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ലീവിന് പോകാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉചിതമായിട്ട് ആൾക്കാരെ ഈ പറയുന്ന ആൾക്ക് മാറ്റാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനിടയിൽ വെച്ച് തന്നെ ഇപ്പം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ റിപ്പോർട്ട്സ് വരുന്നതെന്ന് പറയുന്നത്, ഇതിന് മുന്നും ഒരാൾ ഇതിനകത്ത് സമ്മർദ്ദം താങ്ങാനാവാതെ ഈ ഒരു ക്യാമ്പിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സമ്മർദ്ദം കാരണം, അല്ലെങ്കിൽ ഈ പ്രഷർ കാരണം. അങ്ങനെ കുറേയധികം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ 5 വർഷത്തിനിടെ 90 പേരിലധികമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പ്രഷർ, സമ്മർദ്ദം കാരണം. ഇപ്പം ഇത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്, ഇവർ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവരുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൗൺസിലിംഗ് സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം കൗൺസിലിംഗ് കൊടുത്തിട്ടും ഇതങ്ങോട്ട് ശരിയാവുന്നില്ലെങ്കിൽ അവിടെ ഈ പറയുന്ന പാകപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഇപ്പോഴും, അപാകതകൾ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ അതിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഒരു ഇതിലൂടെ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്, എന്നെ കൊണ്ടെങ്കിലും ഈ ഒരു കാര്യം മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇട്ടിരിക്കുന്നത്. ഈ കൂടുന്നതിൻ്റെയൊക്കെ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് കൂട്ടുക എന്ന് പറയുന്ന സംഭവമൊക്കെ. അപ്പം അവർക്ക് ഇത്രത്തോളം ഈ കുറച്ചൊരു ടൈം കൊടുത്തിട്ട് ഇത്ര കിലോമീറ്റർ ഓടി വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട്
ഒരുപാട് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ അത് എത്രമാത്രം ആയിപ്പുണ്ടാവും, ശ്വാസം എടുക്കുന്നതിൻ്റെ കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കിതപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണും അവർക്കുണ്ടാവുന്നത്. അപ്പം അതൊക്കെ മാറ്റുക എന്നുള്ളത്, പിന്നെ കൂടെ നിന്ന് കുറച്ചധികം പേര് ചതിച്ചു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ലീവ് കൊടുക്കുന്നതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് പറ്റിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 45 ദിവസം അദ്ദേഹം അവിടെ തുടർച്ചയായി ലീവില്ലാതെ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇനിയും ഒരു മാസം കൂടി നിൽക്കുക എന്നുള്ളൊരു സംഭവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും കൂടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നൊരു സംഭവമാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ വായിച്ചൊരു സംഭവമുണ്ട്, അറിഞ്ഞൊരു കാര്യമുണ്ട്, ഇത് വയ്യാതെ അവിടെ ഇട്ടിട്ട് പോയ ആൾക്കാരുണ്ടെന്ന്. അതിൻ്റെ എത്രത്തോളം ഈ പറയുന്ന ബാക്കി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറങ്ങിപ്പോയാലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ചും കൂടെ അദ്ദേഹം ഒന്ന് പിടിച്ചു നിന്നിരുന്നെങ്കിൽ 3 മാസം ഭാര്യ ഗർഭിണിയാണ്. ഇപ്പം ആ കുഞ്ഞിന് അതിൻ്റെ അച്ഛനെ കാണാനുള്ളൊരു ചാൻസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ആ മുഖം കാണാൻ കഴിയില്ല. അതിലപ്പുറത്തേക്ക് ആ ഭാര്യയ്ക്ക് ഇനി ഒരിക്കലും ഭർത്താവിനെ കാണാൻ കഴിയത്തില്ല. അപ്പം ഒറ്റ സെക്കൻഡിൽ ഉണ്ടാവുന്ന തോന്നലിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു അറപ്പിൻ്റെ പേരിലോ വെറുപ്പിൻ്റെ പേരിലോ ഫ്രസ്ട്രേഷൻ്റെ പേരിലോ ഈ പറയുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ പേരിലായാലോ എടുത്തൊരു തീരുമാനം ആർക്കാ നഷ്ടപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന SOG ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോ യാതൊരു കോട്ടോ സംഭവിപ്പിക്കുന്നില്ല. അവിടെ നിങ്ങൾക്ക് പകരം അല്ലെങ്കിൽ അയാൾക്ക് പകരം മറ്റൊരു വ്യക്തി വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വ്യക്തികൾ വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ നഷ്ടപ്പെട്ടത് സ്വന്തം കുടുംബത്തിന് മാത്രമാണ്. പക്ഷേ ഇതുപോലെ ഇനി ഒരു കുടുംബത്തിന് നഷ്ടം ഉണ്ടാവാതിരിക്കണം. അപ്പോൾ അതിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും മേലുദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാർ ആരാണോ അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കാരണം ഇങ്ങനെ ഒരുപാട് പ്രഷറോ സമ്മർദ്ദമോ ഒക്കെ ഇവർ ചെലുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇനിയും ആൾക്കാർ വരിക എന്നുള്ളത് ആൾക്കാർ എണ്ണം കുറവായിരിക്കും. അത് നമ്മുടെ നാടിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ നാട്ടിലൊക്കെ ഈ പറയുന്ന ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തുരത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊരു ഗ്രൂപ്പ് വേണമെന്നുള്ളത് അതിലേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ നാടിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ ഇതിലേക്ക് വരാനൊന്നും മടിക്കും എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അധികൃതർ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട് സുരക്ഷയും നമ്മുടെ നാട്ടുകാരുമാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ജീവനും അവരുടെ ഈ പറയുന്ന വ്യക്തി ജീവിതത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് ഇപ്പം മേലുദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാർക്കും കുടുംബം കാണും, അവർ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടായിരിക്കും, അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ പറയുന്ന താഴെയുള്ള ഉദ്യോഗസ്ഥർക്കായാലും അവർക്കും ഒരു കുടുംബമുണ്ട്, അവർക്കും ജീവിതമുണ്ട്, അവരുടെയും കാര്യങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളുണ്ട്. എന്നാൽ ചിലർ പറയുമായിരിക്കും ഈ പറയുന്ന കണക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ പറയുന്ന വീടും കൂടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമ്മൾ മനുഷ്യനായി പിറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വികാര വിചാര കുടുംബ ബന്ധങ്ങളൊക്കെ ചിന്തയിൽ കാണുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും കാണുന്ന കാര്യമായിരിക്കും. അപ്പം സ്വന്തം നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിലേക്കൊന്ന് പോകാൻ ഒരിക്കൽ പോലും പറ്റാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് പട്ടാളത്തിലുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഗൾഫിൽ പോകുന്ന ആൾക്കാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 2-2.5 വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. ഈ പട്ടാളത്തിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 4 മാസം അല്ലെങ്കിൽ 5 മാസമൊക്കെ കഴിഞ്ഞ് ലീവിന് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ആ വരുന്ന സമയം ഏറ്റവും ഇതാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഓരോ ജോലിക്ക് നമ്മൾ മെനക്കെട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒന്ന് മരിക്കുന്നതിന് മുമ്പ് അത് എന്തിൻ്റെ പ്രഷർ കൊണ്ടായാലും, ഇനി ഇതിൻ്റെ കാര്യം മാത്രമല്ല ഏതൊരു വ്യക്തിയായാലും കടക്കെണി ഉണ്ടായാലും ഇനി ഏത് സാഹചര്യം കൊണ്ടായാലും മരിക്കുന്നതിന് മുന്നേ നമ്മൾ ഇത്രയും കാലം ആർക്ക് വേണ്ടി ജീവിച്ചോ അവരുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് ഒരു സന്തോഷം കിട്ടാൻ പോലുള്ള ചിലവർ അങ്ങനെ കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ഭർത്താക്കന്മാർ ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് കാശ് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ജോലി അവൾക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് മരിക്കുന്ന ആൾക്കാർ പൊട്ടന്മാരും വരെ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരെ കുറിച്ച്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്, പൊട്ടത്തരമാണെന്ന് പറഞ്ഞത്. കാരണം അവർ മരിച്ച് അവരുടെ ജോലി കിട്ടി അല്ലെങ്കിൽ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചിലപ്പം കാണുമായിരിക്കും. പക്ഷെ എല്ലാവരും അതിൽപ്പെട്ട ആൾക്കാരല്ല. ഭർത്താവിനെയൊക്കെ വിചാരിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എപ്പോഴും ഇരിക്കുന്ന ഭാര്യമാരെല്ലാവരും കാശിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കരുത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ചിലരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം വിഡ്ഢിത്തം കാണിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുടുംബം പോവുകയുള്ളൂ.